ദ ഹിന്ദു പത്രത്തിൽ വന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖത്തിനെതിരെ രൂക്ഷ പ്രതികരണവുമായി പ്രതിപക്ഷം. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സംസ്ഥാന താൽപര്യത്തിനെതിരാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. കേരളത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നായിരുന്നു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ ചോദ്യം. ഹിന്ദു പത്രം AKG സെന്ററിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കുകയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ പ്രതികരിച്ചു. വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ഇന്നുച്ചവരെ മുഖ്യമന്ത്രി എവിടെയായിരുന്നുവെന്ന് വി.ഡി. സതീശൻ. പരാമർശം ഇന്നലെ തന്നെ നിഷേധിക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇന്ന് അപകടമാകുമെന്നറിഞ്ഞപ്പോൾ മാത്രമാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചത്. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ നടത്താൻ എന്തിനാണ് PR ഏജൻസിയെന്നും വി.ഡി. സതീശൻ. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ നടത്താൻ ഒരു ദേശീയ ദിനപത്രത്തിന് എന്തിനാണ് ഒരു PR ഏജൻസിയുടെ ആവശ്യം? മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു മീഡിയ വിഭാഗം ഉണ്ടല്ലോ, മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ടല്ലോ, പ്രസ് അഡ്വൈസർ ഉണ്ടല്ലോ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഏജൻസി ഒരു ദിനപത്രത്തിനോട് റിക്വസ്റ്റ് ചെയ്യാണ് മുഖ്യമന്ത്രിക്ക് ഒരു ഇന്റർവ്യൂ വേണമെന്ന്. എത്ര അപമാനകരമായ കാര്യമാണ്. രാജ്യത്ത് വർഗീയ ധ്രുവീകരണമുണ്ടാക്കാൻ PR ഏജൻസി മുഖ്യമന്ത്രിക്കൊപ്പം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് P.K. കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രിക്ക് നാക്കുപിഴ സംഭവിച്ചതാണെങ്കിൽ അംഗീകരിക്കാം. പക്ഷേ PR ഏജൻസി ചെയ്തുവെന്നത് ഗൗരവം കൂട്ടുന്നു. ഇതുപോലത്തെ PR ഏജൻസിയുമായി മുന്നോട്ടു പോയാൽ PV അൻവറിനെ പോലെ കൂടുതൽ പേർ LDF-ൽ നിന്ന് പുറത്തുവരും. അത് മുഖ്യമന്ത്രിക്ക് ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് ആയിരുന്നു എങ്കിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് ഖേദം പ്രകടിപ്പിച്ചാൽ തീരുമായിരുന്നു. പരാമർശത്തിൽ നിന്ന് മുഖ്യമന്ത്രി യൂട്ടേൺ അടിച്ചത് വോട്ട് ബാങ്ക് ഭയന്നെന്ന് കെ. സുരേന്ദ്രൻ. ഒരു ഇംഗ്ലീഷ് പത്രത്തിന് മുഖ്യമന്ത്രി നൽകിയ അഭിമുഖം, ആ പറഞ്ഞ നിലപാടിൽ നിന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പൂർണ്ണമായിട്ടും യൂട്ടേൺ അടിച്ചിരിക്കുകയാണ്. പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത് വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ടാണ്. എന്നാൽ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി അഭിമുഖ വിവാദത്തിൽ പ്രതികരിച്ചില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിശദീകരണം നൽകിയിട്ടുണ്ടല്ലോ എന്ന് മറുപടി. വരും ദിവസങ്ങളിലും പ്രതികരണങ്ങളും പ്രതിഷേധവും ശക്തമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24.